വിശദമായ വാർത്തകളിലേക്കാണ്. ബി.ജെ.പിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് കോൺഗ്രസ് നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. CPIM സംസ്ഥാന സമ്മേളനത്തിനും പാർട്ടി കോൺഗ്രസിനും മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളും പരാജയവും വഴിവെച്ചിരിക്കുന്നത് BJPയുടെ വളർച്ചയ്ക്കും വിജയത്തിനുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിക്കുന്നു. സമീപകാല രാഷ്ട്രീയത്തിൽ ഡൽഹിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് ഉണ്ടായ പരാജയം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. കോൺഗ്രസിന് വിജയസാധ്യത ഇല്ലാത്ത ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ എടുത്ത നിലപാട് മുഖ്യമന്ത്രി ലേഖനത്തിലൂടെ ചോദ്യം ചെയ്യുകയാണ്. വിജയസാധ്യത ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചത് BJPക്ക് രാജ്യതലസ്ഥാനം കീഴടക്കാൻ അവസരമൊരുക്കി എന്നാണ് വിമർശനം. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് മത്സരിച്ച 12 ഇടങ്ങളിൽ വിജയസാധ്യത അട്ടിമറിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ധാർഷ്ട്യം മൂലമെന്ന് ലേഖനത്തിൽ പറയുന്നു. കോൺഗ്രസ് സമീപനം മയപ്പെടുത്തിയിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയം സുനിശ്ചിതമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ലേഖനത്തിലൂടെ പറയാതെ പറയുകയാണ്. കോൺഗ്രസിനെതിരെയുള്ള രൂക്ഷ വിമർശനത്തിനൊപ്പം ഉത്തരേന്ത്യയിലെ കർഷക സമരത്തിനെതിരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ബുൾഡോസർ രാജിനെതിരെയും കോൺഗ്രസ് കൈക്കൊണ്ട നിലപാടുകൾ BJPയുടെ വളർച്ചയ്ക്ക് വഴിവെച്ചുവെന്ന് ലേഖനത്തിലൂടെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ദേശീയതലത്തിൽ CPIM നടത്തിയ ചെറുത്തുനിൽപ്പുകൾ വലിയ തരത്തിൽ പാർട്ടിക്ക് സഹായകരമായി എന്ന സൂചന കൂടി മുഖ്യമന്ത്രി നൽകുന്നു. BJPയുടെ വളർച്ചയ്ക്കായി വഴിമരുന്നിടുന്ന കോൺഗ്രസ് നയങ്ങൾ മുസ്ലിം ലീഗ് മനസ്സിലാക്കണമെന്ന നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി പറയാതെ പറയുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിനായി സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും ഈ വിഷയങ്ങൾ CPIM ചർച്ച ചെയ്യുമെന്നും ലേഖനത്തിൽ നിന്നും വ്യക്തമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.